ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇങ്ങനെ കയ്യാണ്. അവൾക്കൊരു സ്വാതന്ത്ര്യമില്ല. ഒറ്റക്കടയിൽ പോകാൻ കഴിയുക, നല്ലൊരു തുണിപ്പായിട്ടൊരു മംഗളത്തിന് വരെ പോകാൻ കഴിയുക. അത്ര ഒരു എപ്പോഴും ഈ മുഖവും ഇതൊക്കെ മറച്ചിട്ട് മൊത്തം മറച്ചിട്ട് ഇങ്ങനെ നടക്കണം. എന്തെന്നാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ കഥ? ഒരു സ്വാതന്ത്ര്യമില്ല. പണിക്ക് പോയിക്കൂടാ, പഠിക്കാൻ പോയിക്കൂടാ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവരങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് ഒരു റൂമിൽ. അവന് ഭോഗിക്കാനും അവന് സുഖം കണ്ടെത്താനും വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടവളാണ് ഭാര്യ. ഒരു സ്ത്രീ എന്ന രീതിയിൽ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സ്ത്രീയുടെ സ്ഥാനം എന്താണ്? ഒരു ഭാര്യയുടെ സ്ഥാനം എന്താണ്? ഒരു മകളുടെ സ്ഥാനം എന്താണ്? എത്രമാത്രം സ്ഥാനമാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്നത്? എത്ര ബഹുമതിയാണ്, എത്ര വലിയ ആദരവോടെയാണ് സ്ത്രീയെ ഇസ്ലാം കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. ഇവിടെ പലപ്പോഴും വിമർശകർ പറയുന്നത് പോലെയല്ല. എങ്കിൽ ഏറ്റവും കൂടുതൽ ലോകാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതും വലിയ വലിയ വിദ്യാഭ്യാസമുള്ള, ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിൻ്റെ അജയ്യത മനസ്സിലാക്കിയിട്ട്, അത്ഭുതം മനസ്സിലാക്കിയിട്ട്, സ്ത്രീകളുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ട്. മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞത് ഖുർആൻ പറഞ്ഞ എന്താ? അവരോട് കാരുണ്യത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. അവരോട് എന്ന വാക്ക് പോലും നീ പറയരുത്. മറ്റു സ്ഥലത്ത് കാണാൻ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രയാസത്തിന് മുകൾ പ്രയാസം, ക്ഷീണത്തിന് മുകൾ ക്ഷീണവുമായിട്ടാണ് നിൻ്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്നത്. അതുകൊണ്ട് നീ മാതാവിന് നന്ദി കാണിക്കണം, എന്നോട് നന്ദി കാണിക്കണം. അതായത് അടുപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നോട് നന്ദി കാണിക്കണം, അതുപോലെ പിതാക്കളോട് നന്ദി കാണിക്കണം. അതുപോലെ നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. നിരന്തരമായി പ്രാർത്ഥിക്കാൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബ് എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണം. ഈ റബ്ബ് എന്ന പദം രണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു പദമെങ്കിൽ ഒരു പദം മാതാപിതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ സ്ത്രീക്ക് ഏറ്റവും സ്ഥാനം നൽകിയ മതം ഇസ്ലാമാണ്. സ്ത്രീകൾ എന്തുകൊണ്ട് പുറത്തു പോകാൻ സമ്മതിച്ചില്ല? ഒറ്റപ്പെട്ട് അവർക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ഒരു സ്ത്രീക്ക് അവർ ഹജ്ജിന് പോകാൻ പാടില്ല, അവർ മഹ്റമായ ഒരാൾ കൂടെ ഇല്ലാതെ. അടുത്ത വിവാഹബന്ധം വിവാഹം ഹറാമായ ഒരാൾ, ഒരു കുടുംബക്കാരൻ നമ്മൾ പറയാറില്ലേ, ആങ്ങള, ഉപ്പ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളില്ലാതെ ഒരു സ്ത്രീ പുറത്തു പോകാൻ അതിൻ്റെ ദുരന്തം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ എത്ര വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തു പോയതിൻ്റെ പേരിൽ അവൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, എത്ര മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ട്? അതുകൊണ്ട് ഇസ്ലാം കർശനമായി പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ പോയിട്ട് ഒരു പീടികയിൽ പോയിട്ട് വാച്ച് വാങ്ങിയിട്ട് വരുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഒരു വാച്ച് വാങ്ങിയിട്ട് വരാം. നമുക്ക് നേരെ മറിച്ച് ഒരു ഗോൾഡോ ഡയമണ്ടോ ഇതൊക്കെ വാങ്ങുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അതിനെത്ര വാല്യൂ ഉണ്ട്, അതിനെത്ര വിലയുണ്ട്. അതെങ്ങനെയായിരിക്കും നൽകുന്നത്? പൊതിഞ്ഞ് സൂക്ഷിക്കുക. എന്തുകൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു സ്ത്രീകളെ? എന്തുകൊണ്ട് അവരോട് ഇങ്ങനെ സ്ഥിരം മറക്കണം എന്ന് പറഞ്ഞു? എത്ര ഉന്നതന്മാരായ സ്ത്രീകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പലപ്പോഴും ചാനൽ ചർച്ചകൾ പോലും അവർ പറയാറുണ്ട്, ഫർദായിട്ട് വരുമ്പോൾ ഒരു സേഫ്റ്റി ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഒരാൾ നോക്കില്ല, ഒരാൾ തോണ്ടല്ല പോയിട്ട്. കണ്ണുകളെ താഴ്ത്താൽ ഗൃഹാവയങ്ങൾ സൂക്ഷിക്കാമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ കണ്ണുകളെ താഴ്ത്താൽ മാത്രമേ ഗൃഹാവയങ്ങളെ സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അവരുകൊണ്ട് ആ തടയാണ് അവർ ആ കാഴ്ചയിലൂടെ. നമുക്ക് ഏതൊരു പുരുഷനാകട്ടെ കാഴ്ചയിലൂടെ എന്തുണ്ടാകും? ചില തോന്നലുകളുണ്ടാകും. അത് പുരുഷനോട് പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഉണ്ടാവും എനിക്ക്. പിന്നെ അഥവാ ഒരുത്തൻ പറയുകയാണ് ഇങ്ങനെ, എനിക്ക് അങ്ങനെ തോന്നുന്നു, ഞാൻ ഭയങ്കര മുത്തയ്ക്കാണ്, അങ്ങനെ അല്ല, അങ്ങനെ ഇല്ല. കണ്ണുകൾ താഴ്ത്താനാണ് പറഞ്ഞ ഖുർആൻ. അതേപോലെ മാതാവിനെ നമുക്കറിയാം, ഉബൈസുൽ ഖർനിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം പ്രവാചകൻ പറയാണ്. ആരോട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ അവരെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. ആരെ? പ്രവാചകനെ കണ്ടിട്ടില്ല, ഒരു സഹാബിയല്ല, ഒരു ഉബൈസുൽ ഖർനി എന്നൊരു മനുഷ്യനെക്കുറിച്ച്. ആ മനുഷ്യൻ്റെ ശ്രേഷ്ഠത എന്താ? ആ മനുഷ്യൻ തൻ്റെ മാതാവിന് ഖിദ്മത്ത് എടുത്തുകൊണ്ട്, മാതാവിനെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്ന് പ്രവാചകനെ കാണാൻ വരാത്ത മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു രാജ്യത്ത്. അതേപോലെ ഒരിക്കൽ ഒരവസരത്തിൽ ഒരാൾ വന്നു, വാളുമായി യുദ്ധത്തിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പ്രവാചകനോട്. പ്രവാചകൻ ചോദിച്ചു, എനിക്ക് മാതാപിതാക്കളില്ലേ? അവൻ അവർ വാർദ്ധക്യത്തിലാണ് എൻ്റെ മാതാവ്, അവരെ പോയി സംരക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്ദർഭങ്ങൾ. ഒരിക്കൽ പ്രവാചകനോട് ഒരു അഞ്ചനം വന്ന് ചോദിച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് നബിയെ? നിൻ്റെ മാതാവിനോട്. പിന്നെയും ചോദിച്ചു 3 വട്ടം പറഞ്ഞു, നിൻ്റെ മാതാവിനോട്, പിന്നെ നിൻ്റെ പിതാവിനോട്. അപ്പോൾ സ്ത്രീക്കുള്ള സ്ഥാനം എത്രയാണ്? ഒരു മാതാവിൻ്റെ സ്ഥാനം എത്ര? അവരുടെ കാൽ കീഴിലാണ് സ്വർഗ്ഗമെന്ന് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്രയും അവരനുസരിച്ച് അവരെ നല്ല രീതിയിൽ കണ്ട്. അതുപോലെ മറ്റൊരു രീതിയിൽ കാണാം, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഉണ്ടായിട്ട് സ്വർഗ്ഗം ലഭിക്കാത്തവൻ്റെ അവസ്ഥ. അതുകൊണ്ട് വാർദ്ധക്യത്തിലുണ്ടെങ്കിൽ അവർക്ക് സ്വർഗ്ഗമുണ്ട്, അവർ നല്ല രീതിയിൽ നോക്കുക. അടുത്ത ഭാര്യ എന്ന രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ, ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് നമുക്ക് പരസ്പരം നമ്മൾ കേൾക്കാറുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചെന്ന് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ, എവിടെയോ ഉണ്ടായ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. എൻ്റെ ഒരു പുരുഷൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ആ പുരുഷൻ്റെ മാതാവും പിതാവും അവളുടെ മാതാവും പിതാവാണ്. ആ പുരുഷൻ്റെ കയ്യിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം, അതന്നെ മീസാക്കൻ്റെ ഖലീല,
ശക്തമായൊരു കരാറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറഞ്ഞത്. അല്ലാതെ നമുക്ക് അടിക്കാനോ തൊഴിക്കാനോ ഉപദ്രവിക്കാനോ ഉള്ളതല്ല. പലപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്തൊക്കെ ചില മുസ്ലിം നാമധാരികളായ ആളുകൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ട് ഇസ്ലാം അങ്ങനെയാണ്, ഇസ്ലാം സ്ത്രീകൾക്ക് ഇങ്ങനെയാണ്. അല്ല, ഇസ്ലാമിൽ സ്ത്രീകൾ വലിയ സ്ഥാനമുണ്ട്. ഭാര്യ അവൻ്റെ പകുതി എന്നാണ് പറഞ്ഞത്. ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ് ഭാര്യ ഭർത്താക്കന്മാർ. ഇണകളായി നിങ്ങൾ സൃഷ്ടിച്ചെന്ന് വലിയ ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങളുടെ ഭാര്യമാരുടെ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അതുപോലെ അവളുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം കൊണ്ടുവെക്കുന്നത് പോലും വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതേപോലെ നിരവധി സംഭവങ്ങൾ പ്രവാചകൻ പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവൻ. നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം. എന്നെ മാതൃകയാക്കുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം അവരോട്. അതുപോലെ മക്കളുമായി ബന്ധപ്പെട്ട് 2 മക്കളുണ്ടെങ്കിൽ 3 മക്കളുണ്ടെങ്കിൽ പെൺകുട്ടികൾ നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല രീതിയിൽ വിവാഹം ചെയ്ത് അയപ്പിക്കുക. അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ. എത്ര സ്ത്രീകളുടെ ബഹുമതികൾ എത്രയാണപ്പോൾ. സ്ത്രീകൾ എത്രയാണ് ആദരിച്ചത് ഇസ്ലാം. എന്നിട്ട് ആളുകൾ പറയാണ് ഇസ്ലാമിൽ അങ്ങനെയാണ്, സ്ത്രീക്ക് ഇങ്ങനെയാണ്, സ്ത്രീകൾ അങ്ങനെയൊന്നുമല്ല സഹോദരങ്ങൾ. അങ്ങൊന്നും പറയുന്ന കാര്യങ്ങളിലല്ല യഥാർത്ഥ ഇസ്ലാം മതഗ്രന്ഥങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. നല്ല സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണം നിങ്ങൾ.